എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണിത്. 45 ക്വസ്റ്റ്യനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 45 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നും കൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ 10th പ്രിലിംസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം ഏതാണ്? വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം ഏത് വർഷമാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്? ഓപ്ഷൻ സി 1809 മാർച്ച് 12-നാണ്. ഏത് വർഷമാണ്? 1809 മാർച്ച് 12-നാണ്. എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ നിർമ്മിച്ച നവോത്ഥാന നായകൻ ആരാണ്? എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അഥവാ സ്വാമിക്കിണർ നിർമ്മിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ശിവരാജയോഗം എന്ന ആശയം ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നവോത്ഥാന നായകൻ. ശിവരാജയോഗം എന്ന ആശയം ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ഡി തൈക്കാട് അയ്യയാണ്. ആരാണ്? തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. രണ്ടാം ബുദ്ധൻ എന്ന ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി അഞ്ചുതെങ്ങാണ്. എവിടെയാണ്? അഞ്ചുതെങ്ങാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി ആരാണ്? ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി ആരാണ്? ഡോക്ടർ പി പൽപ്പു ആണ്. ആരാണ്? ഡോക്ടർ പി പൽപ്പു ആണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ മെഡിക്കൽ ബിരുദധാരി. 1882 ഡോക്ടർ പി പൽപ്പുവും വിവേകാനന്ദനും കണ്ടുമുട്ടിയ സ്ഥലം. 1882 ഡോക്ടർ പൽപ്പുവും അതുപോലെ വിവേകാനന്ദനും കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണ്? മൈസൂരാണ്. എവിടെയാണ്? മൈസൂരിൽ വെച്ചാണ് ഡോക്ടർ പി പൽപ്പുവും ഏത് വർഷം? 1882 പൽപ്പുവും വിവേകാനന്ദനും കണ്ടുമുട്ടിയ സ്ഥലം. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ ആരാണ്? ആനന്ദതീർത്ഥനാണ്. ആരാണ്? ആനന്ദതീർത്ഥനാണ് ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. എന്നിവ ആരുടെ വാക്കുകളാണ്? അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. എന്നിവ ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളുടെ. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. മന്നത്തു പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്തു പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. ആരാണ്? സർദാർ കെ എം പണിക്കരാണ് മന്നത്തു പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട പ്രക്ഷോഭമായ വിവേചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട പ്രക്ഷോഭമായ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്.
മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കെ കേളപ്പനാണ്. ഓപ്ഷൻ ബി കെ കേളപ്പനാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത്. കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യ കർഷക സമരം നയിച്ച നവോത്ഥാന നായകൻ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം ഏതാണ്? ഓപ്ഷൻ സി 1938. ഏത് വർഷമാണ്? 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം. കേരളത്തിലെ ആദ്യ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? പി കെ ചാത്തൻ മാസ്റ്ററാണ്. ആരാണ്? പി കെ ചാത്തൻ മാസ്റ്ററാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ച വർഷം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ച വർഷം ഏതാണ്? 1885 മെയ് 24. 1885 മെയ് 24 പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചിയിൽ അരയ സമാജം സ്ഥാപിച്ച വർഷം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചിയിൽ അരയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907. 1907 പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചിയിൽ അരയ സമാജം സ്ഥാപിച്ച വർഷം. ഏത് വർഷമാണ്? 1907. ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള കേരള ചരിത്രത്തിലെ ആദ്യ കൃതി അവശ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ആ കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള കേരള ചരിത്രത്തിലെ ആദ്യ കൃതി അവശ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. ഏതാണ്? ജാതിക്കുമ്മിയാണ് ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള കേരള ചരിത്രത്തിലെ ആദ്യ കൃതി അവശ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കൃതി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാരായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? വാഗ്ഭടാനന്ദനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ഏതാണ്? ആനന്ദമതമാണ്. ഏതാണ്? ഓപ്ഷൻ എ ആനന്ദമതമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം. വാഗ്ഭടാനന്ദൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മാതൃകയായി തിരഞ്ഞെടുത്തത് രാജാറാം മോഹൻ റോയി ആയിരുന്നു. ആരെയായിരുന്നു? രാജാറാം മോഹൻ റോയി ആയിരുന്നു. ഭക്ഷണ സമത്വത്തിനും അനാചാരങ്ങളെയും എതിർക്കുന്നതിനുമായി 1927 കോഴിക്കോട് വാഗ്ഭടാനന്ദൻ സംഘടിപ്പിച്ച ചടങ്ങ്. ഭക്ഷണ സമത്വത്തിനും അനാചാരങ്ങളെ എതിർക്കുന്നതിനുമായി 1927 കോഴിക്കോട് വാഗ്ഭടാനന്ദൻ സംഘടിപ്പിച്ച ചടങ്ങ് ഏതാണ്? പ്രീതിഭോജനമാണ്. ഓപ്ഷൻ എ പ്രീതിഭോജനമാണ്. 1938 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി. 1938 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ഏതാണ്? ഓപ്ഷൻ സി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. 1938 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി. 1829 സ്വീകരിച്ച ചാവറയച്ചൻ പുരോഹിതനായി സേവനമനുഷ്ഠിച്ച ആദ്യ പള്ളി. 1829 മുതൽ പൗരോഹിത്യം സ്വീകരിച്ച് ചാവറയച്ചൻ പുരോഹിതനായി സേവനമനുഷ്ഠിച്ച ആദ്യ പള്ളി ഏതാണ്? അർത്തുങ്കൽ പള്ളിയാണ്. ഏതാണ്? അർത്തുങ്കൽ പള്ളിയാണ്. ഓപ്ഷൻ ബി അർത്തുങ്കൽ പള്ളിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി അർത്തുങ്കൽ പള്ളിയാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ബാല്യകാല നാമം എന്താണ്? ഓപ്ഷൻ സി കുമാരൻ എന്നാണ്. എന്താണ്? കുമാരൻ എന്നായിരുന്നു. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പുല്ലാട് ലഹളയാണ്. ഏതാണ്? പുല്ലാട് ലഹളയാണ്. സർക്കാർ അനുമതിയോടുകൂടി അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വർഷം. സർക്കാർ അനുമതിയോടുകൂടി അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വ്യക്തി ആരാണ്?
പൊയ്കയിൽ യോഹന്നാനാണ്. ആരാണ്? ഓപ്ഷൻ ബി പൊയ്കയിൽ യോഹന്നാനാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. ബഹുഭാര്യത്വം അവസാനിപ്പിക്കുക, വൃദ്ധവിവാഹം തടയുക, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതാണ് യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ വരും. ഓപ്ഷൻ ഡി ഇവയെല്ലാം തന്നെ യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. 1919 സ്ഥാപിക്കപ്പെട്ട സംഘടനയായ നമ്പൂതിരി യുവജന സംഘത്തിന്റെ സ്ഥാപകൻ. 1919 സ്ഥാപിക്കപ്പെട്ട സംഘടനയായ നമ്പൂതിരി യുവജന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാടാണ്. ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവുമാണ്. ഓപ്ഷൻ ഡി കണ്ണീരും കിനാവുമാണ്. ആധുനിക ദളിതരുടെ പിതാവ്, കറുത്ത സൂര്യൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ. ആധുനിക ദളിതരുടെ പിതാവ്, കറുത്ത സൂര്യൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് ആധുനിക ദളിതരുടെ പിതാവ്, കറുത്ത സൂര്യൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ. സാമുദായിക കോടതികൾ സ്ഥാപിച്ച ആദ്യ സാമൂഹിക സംഘടന ഏതാണ്? സാമുദായിക കോടതികൾ സ്ഥാപിച്ച ആദ്യ സാമൂഹിക സംഘടന. സാമുദായിക കോടതികൾ സ്ഥാപിച്ച ആദ്യ സാമൂഹിക സംഘടന ഏതാണ്? ഓപ്ഷൻ എ സാധുജന പരിപാലന സംഘമാണ്. ഏതാണ്? സാധുജന പരിപാലന സംഘമാണ്. കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകൻ. കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകൻ. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി സുഗതകുമാരിക്കാണ്. ആർക്കാണ്? ഓപ്ഷൻ ബി സുഗതകുമാരിക്കാണ്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1914 ഒക്ടോബർ 31-നാണ്. 1914 ഒക്ടോബർ 31-നാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണെന്നാണ് ചോദ്യം. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? 1966-ലാണ്. 1966-ലാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏതു വർഷമായിരുന്നു? ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏതു വർഷമായിരുന്നു? ഓപ്ഷൻ എ 1947-ലായിരുന്നു. ഏത് വർഷമായിരുന്നു? 1947-ലായിരുന്നു. ഷൺമുഖദാസൻ എന്ന ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഷൺമുഖദാസൻ എന്ന ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ആരാണ്? തൈക്കാടയ്യാണ്. ആരാണ്? തൈക്കാടയ്യാണ് ഷൺമുഖദാസൻ എന്ന ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കുവാൻ റാണി സേതുലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിക്കുവാൻ റാണി സേതുലക്ഷ്മിബായിയോട് നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ഏതാണ്? ജീവശിഖ യാത്രയാണ്. ഓപ്ഷൻ എ ജീവശിഖ യാത്രയാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ. ശ്രീമൂലം പ്രജാസഭ തിരുവിതാംകൂർ നിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ പിന്നോക്ക ജാതിക്കാരൻ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ പിന്നോക്ക ജാതിക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ പിന്നോക്ക ജാതിക്കാരൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ബി ബാലരാമപുരമാണ്. എവിടെയാണ്? ബാലരാമപുരത്ത് വെച്ചാണ് 1912 അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത്.
അപ്പം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 45 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ നോക്കിയത്. ഇതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക് യു.